ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ടു സനാസ് കിച്ചൺ. അപ്പോൾ ഞാൻ ഇന്നിവിടെ പ്രിപ്പയർ ആക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ ബോണ്ടയാണ്. അപ്പോൾ എല്ലാവർക്കും റമദാനിനൊക്കെ ഈസിയായി പ്രിപ്പയർ ആക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഇതിന് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓയിൽ, കറി ലീവ്സ്, 2 ചില്ലി ഞാനിവിടെ എടുത്തിട്ടുണ്ട്, കൊറിയാണ്ടർ ലീവ്സ്, ആവശ്യത്തിന് വെള്ളം, 200 ഗ്രാം വരെ ബോൺലെസ് ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, 3 മീഡിയം സൈസ് ഓണിയൻ, 1 വലിയ പൊട്ടാറ്റോ, 1/2 കപ്പ് കടലപ്പൊടി, പിന്നെ ടർമറിക് പൗഡർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അറബിക് മസാല, സാൾട്ട്, പെപ്പർ പൗഡർ. അപ്പോൾ അറബിക് മസാല ഇല്ലെങ്കിൽ ഗരം മസാലയാലും പ്രശ്നമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പൊട്ടാറ്റോയും ചിക്കനും ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പൊട്ടാറ്റോ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബോൺലെസ് ചിക്കനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, ഇതൊരു ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ കൊറിയാണ്ടർ ലീവ്സ്, കറി ലീവ്സ്, ചില്ലി ഇതൊന്ന് ആഡ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ അറബിക് മസാല, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് മഞ്ഞൾപ്പൊടി. നന്നായി അപ്പോൾ നമ്മുടെ ചിക്കനും പൊട്ടാറ്റോയും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് സെപ്പറേറ്റ് ആക്കി വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇതുപോലെ എല്ലാ ചിക്കൻ അപ്പോൾ സെപ്പറേറ്റ് ആക്കി വെച്ച നമ്മളുടെ പൊട്ടാറ്റോ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ചിക്കൻ ഇതുപോലെ ഒന്ന് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് നമ്മളുടെ പൊട്ടാറ്റോ ചിക്കനും ഇതിലേക്കൊന്ന് ചേർത്ത് വെക്കുന്നുണ്ട്. പൊട്ടാറ്റോ നന്നായി അതുപോലെ ഇതിലേക്ക് ഞാനിപ്പോൾ നേരത്തെ വേവിച്ച് നമ്മൾ ചിക്കനും പൊട്ടാറ്റോയും വേവിച്ചെടുത്ത വെള്ളമുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു ചിക്കൻ്റെ സ്റ്റോക്കാണ്, കാരണം ഏകദേശം ആ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ആ വെള്ളം ഞാൻ ജസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 3 ടീസ്പൂൺ വരെ ഞാൻ ആ വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വേറൊരു ബൗളിലേക്ക് ഞാൻ
മാറ്റിയെടുക്കുന്നുണ്ട്, ഈ ചൂടൊക്കെ ഒന്ന് മാറി കിട്ടാൻ. അപ്പോൾ ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് കടലപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒന്ന് ആഡാക്കി കൊടുത്ത് നന്നായി മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ബാറ്റർ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണം. നമ്മളുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അടുത്തതിലേക്ക് പോകാം. ഇപ്പോൾ നമ്മളുടെ മസാലയുടെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ചെറിയൊരു ബോൾസ് ആക്കി എടുക്കാം. ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു സൈസിൽ ചെറിയ ബോൾസ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ എല്ലാ ബോൾസും ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മളുടെ ബോൾസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു 15 ബോൾസ് വരെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിലാണെങ്കിൽ ഏകദേശം ഒരു 15 ബോൾസ് വരെ നമുക്ക് കിട്ടും. ചൂടായി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഓയിൽ ചേർക്കാം. അപ്പോൾ നമ്മളുടെ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ബോൾസ് ഇട്ട് കൊടുക്കാം. ബോൾസ് ബാറ്റിലൊക്കെ ഒന്ന് മിക്സ് ആക്കി എടുത്ത് നമ്മളുടെ ചിക്കൻ ബോണ്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റമദാനിലൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.